SIR-ൽ വലിയ ആശങ്കയാണ് ഉടലെടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ BLO അനീഷ് ജോർജിന്റെ മരണത്തോടുകൂടി ആ ആശങ്ക വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ SIR-നെതിരെ ഇപ്പോൾ രണ്ട് തരത്തിൽ ഉള്ള ആശങ്കകളാണ് ഉള്ളത്. ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളത് പോലെയുള്ള ആശങ്കകൾ, അത് തിരക്കിട്ട് നടപ്പാക്കുന്നത് എന്തിന് എന്ന ചോദ്യം. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൂടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ SIR നടത്തിയാൽ അത് എത്രമാത്രം ഫലപ്രദമായി നടത്താൻ കഴിയും എന്ന ഒരു ആശങ്ക അവർ നേരത്തെ തന്നെ ഉയർത്തുന്നതാണ്. ബീഹാറുമായി ബന്ധപ്പെട്ട് SIR ആശങ്ക കുറച്ചുകൂടി ബീഹാർ ഫലം വരുമ്പോൾ ആ നിലയിൽ ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം കൂടി രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുണ്ട്. അതൊരു ഭാഗം. മറ്റൊന്ന്, ഈ SIR ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അധിക സമ്മർദ്ദമാണ്. ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള വലിയ സമ്മർദ്ദം BLOമാർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിരിക്കുന്നു. അനീഷ് ജോർജ് എന്ന രക്തസാക്ഷി നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴും സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നതാണ് വസ്തുത. അപ്പോൾ ഇതിനെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിയമ നടപടികളിലേക്ക് എന്ന കാര്യം വ്യക്തമാക്കിയതാണ്. ഒപ്പം തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. മുസ്ലിം ലീഗും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ SIR-നെതിരായ പോരാട്ടം കടുപ്പിച്ചിരിക്കുകയാണ് കേരളം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. നേരത്തെ തന്നെ തമിഴ്നാടും ബംഗാളും പുതുച്ചേരിയും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ തുടങ്ങിയിരുന്നതാണ്. അതിനു പുറമെയാണ് വലിയ രീതിയിൽ SIR-മായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ എന്നതുകൂടി നമ്മൾ കാണണം. കേരളത്തിന്റെ നീക്കം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിട്ടുള്ളത്, SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. നേരത്തെ ഹൈക്കോടതി സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഈ SIR നടപടികൾ നിർത്തിവെക്കണം എന്നതാണ് കേരളം ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകാണ് കോടതിയെ സമീപിച്ചത്. SIR-ഉം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികളും ഒരേ സമയം നടത്തിയാൽ ഭരണ സംവിധാനം സ്തംഭിക്കുമെന്നാണ് ഹർജിയിൽ പറയുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ SIR നടപടികൾ ഡിസംബർ 21 വരെ നിർത്തിവെക്കണം എന്നതാണ് കേരളത്തിന്റെ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ കേരളം നിയമപരമായി തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ SIR വിഷയത്തിൽ കോടതി നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഒപ്പം KPCC-യും നിയമ നടപടിക്ക് ഉള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഹർജി ഇന്ന് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുകൂടി കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ തിരക്കിട്ട SIR നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. SIR പ്രക്രിയയിലൂടെ സർക്കാർ ജീവനക്കാർക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നും അവർക്കത് താങ്ങാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നും BLO അനീഷ് ആത്മഹത്യ ചെയ്തത് അതുകൊണ്ടാണെന്നും മുസ്ലിം ലീഗ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. PK കുഞ്ഞാലിക്കുട്ടിയാണ് ആ ഹർജി ലീഗിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ മുഖേനയാണ് ഈ ഹർജി മുസ്ലിം ലീഗ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിയമപരമായി നേരിടാനുള്ള നീക്കത്തിനൊപ്പം തന്നെ SIR-നെതിരെ വലിയ പ്രതിഷേധം കൂടി കൊണ്ടുവരാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് അതിന്റെ മുന്നണിയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. SIR-നെതിരെ വൻ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹി രാംലീല മൈതാനത്ത് മെഗാ റാലി നടത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. ഡിസംബർ ആദ്യവാരമായിരിക്കും ഈ വലിയ പ്രതിഷേധ പരിപാടിക്ക് രാംലീല മൈതാനം വേദിയാകുക. SIR വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഡൽഹിയിൽ വിളിച്ച യോഗത്തിലാണ് ഇന്ന് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലെയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നേതാക്കന്മാരുടെ യോഗമാണ് കോൺഗ്രസ് ഇന്ന് വിളിച്ചു ചേർത്തിരുന്നത്. അവിടെ PCC അധ്യക്ഷന്മാർ, നിയമസഭാ കക്ഷി നേതാക്കൾ, സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലാണ് SIR-നെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നീക്കം എന്നതുകൂടി നമ്മൾ ഇതിനെ കാണണം. ആ രീതിയിലുള്ള ഒരു വലിയ പ്രത്യേകത കൂടി കോൺഗ്രസ് ഈ SIR വിഷയത്തിൽ പ്രത്യക്ഷമായി തന്നെ ഈ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ട്. ബീഹാറിൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച്
വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് പല നിർണായകമായിട്ടുള്ള മണ്ഡലങ്ങളും BJP NDA സഖ്യം പിടിച്ചിരിക്കുന്നത് എന്ന വലിയ യാഥാർത്ഥ്യമുണ്ട്. കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് ഈ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇത് ക്വിന്റിന്റെ ഒക്കെ റിപ്പോർട്ടുകൾ അത്തരത്തിൽ പല സൂചനകളും നൽകുന്നതാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് SIR-നെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് വസ്തുത. നേരത്തെ തന്നെ SIR-നെതിരായ പോരാട്ടം തുടങ്ങിയിരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് നിയമപരമായി തന്നെ SIR-നെതിരെ രംഗത്തെത്തുകയും നിയമ നടപടികൾ ആരംഭിക്കുകയും തമിഴ്നാടിന്റെ ഹർജി സുപ്രീംകോടതി പരിഗണനയ്ക്കെടുക്കുകയും അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം തേടുകയും ചെയ്ത വരെ ഉള്ള ഘട്ടം അവർ മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ആ തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇന്ന് മുതൽ അവർ SIR-മായി സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. SIR നടപടിക്രമങ്ങൾ ഒരു പരിധിവരെ നിർത്തിവെക്കപ്പെട്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും ഹർജിയിൽ സുപ്രീംകോടതി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണ് ആ പ്രോസസ്സ് തന്നെ നിർത്തിവെക്കുന്ന തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം SIR-നെതിരെ ഉയരുന്നത്. എന്താണോ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് തമിഴ്നാട്ടിലും റവന്യൂ ഉദ്യോഗസ്ഥർ ഉയർത്തിക്കാട്ടുന്നത്. വലിയ രീതിയിലുള്ള സമ്മർദ്ദം അവർക്ക് താങ്ങേണ്ടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്നത് അവർ ചൂണ്ടിക്കാട്ടുകയാണ്. മാത്രവുമല്ല മാൻ പവറിന്റെ വലിയ കുറവുണ്ട്. കുറച്ച് ഉദ്യോഗസ്ഥർക്ക് എത്താൻ പറ്റാത്ത അത്രയും അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയും ജോലി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല വലിയ രീതിയിലുള്ള സമ്മർദ്ദം മുകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നു എന്നതൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഫെഡറേഷൻ ഓഫ് തമിഴ്നാട് റവന്യൂ അസോസിയേഷൻ അംഗങ്ങളാണ് SIR ജോലികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. സമയപരിധി കൂട്ടണം എന്ന ഒരാവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സമയപരിധി വളരെ കുറവാണ്. ഉയർന്ന ടെൻഷൻ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജോലികൾ ബഹിഷ്കരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരുന്നു ഇന്ന് തമിഴ്നാട്ടിൽ ഈ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത്. 32 ജില്ലകളിലെ കളക്ടർമാർക്ക് ഈ ഉദ്യോഗസ്ഥർ മാസ് പെറ്റീഷൻ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നു മുതൽ എല്ലാ ചുമതലകളിൽ നിന്നും വിട്ടുനിന്നാണ് SIR പ്രവർത്തികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരുടെ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ നടക്കുന്നത്. SIR ഫോമുകളുടെ വിതരണവും ശേഖരണവും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യൽ, അവലോകന യോഗങ്ങൾ തുടങ്ങിയവയാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടികൾ. അപ്പോൾ ഇതൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഡിസംബർ 4 ഈ നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർമാർ അർദ്ധരാത്രി വരെ അവലോകന യോഗങ്ങൾ ചേരുന്നു. അവർ വീഡിയോ കോൺഫറൻസിംഗ് നടത്തുന്നു. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഈ നടപടികൾ പൂർത്തിയാക്കി ഈ സമയപരിധിക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നത് വലിയ സമ്മർദ്ദമാണ് BLOമാർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ മാത്രം സംഭവമല്ല. തമിഴ്നാട്ടിലും അത്തരം സംഘർഷ അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദത്തിലൂടെയൊക്കെയാണ് ഈ ജീവനക്കാർ കടന്നു പോകുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. തമിഴ്നാട് നേരത്തെ തന്നെ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അവിടെ ഈ പ്രതിഷേധത്തിലൂടെ SIR നടപടിക്രമങ്ങൾ ഒരു പരിധിവരെ നിർത്തിവെക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 6 ലക്ഷത്തോളം BLOമാർ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നടക്കുന്ന SIR-ന്റെ ഭാഗമായി ഏതാണ്ട് 6 ലക്ഷത്തോളം BLOമാർ പ്രവർത്തിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു വലിയ വിഭാഗത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷേ അത്തരം ഒരു നീക്കം കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ് ആവർത്തിച്ച് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം കേരളത്തിൽ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പലരും അതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ട് സാവധാനത്തിലാണ് ഈ പ്രക്രിയ നടപ്പാക്കേണ്ടത്. SIR എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കാനുള്ളതാണ്. അർഹരായ എല്ലാവർക്കും വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയാകണം SIR എന്നതാണ് നമ്മൾ കാണേണ്ടത്.
അതിൻ്റെ ലക്ഷ്യം അതായിട്ട് വേണം നിശ്ചയിക്കപ്പെടേണ്ടത്. അല്ലാതെ തിരക്കിട്ട് നടത്തി മറ്റെന്തോ ലക്ഷ്യങ്ങളോടുകൂടി നടത്തേണ്ടുന്ന ഒരു പ്രോസസ്സായി ഇതിനെ മാറ്റുന്നത് ആരാണ്, എന്തിനാണ് എന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്താൻ മാത്രമേ എന്തായാലും ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച നടപടികൾ ഉതകുകയുള്ളൂ എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത് പകുതി വഴിക്ക് നിർത്തിവെക്കുക സാധ്യമാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. എങ്കിലും ഇതിൽ അന്തിമ തീരുമാനം ഇനി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നായിരിക്കും ഉണ്ടാവുക. കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചെത്താം.